ദേവഭൂമിയിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1201 ആണ്ട്, ചിങ്ങം മുതൽ കർക്കടകം വരെയുള്ള നക്ഷത്രഫലം. ഈ വർഷത്തെ ജ്യോതിഷഫലം നമുക്കായി വിശകലനം ചെയ്യുന്നത് പ്രശസ്ത വേദിക് അസ്ട്രോളജറും വാസ്തു കൺസൾട്ടന്റുമായ ശ്രീ മനീഷ് വാര്യർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനീഷ് വാര്യർ, വേദിക് അസ്ട്രോളജർ ആൻഡ് വാസ്തു കൺസൾട്ടന്റ്. കൊല്ലവർഷം 1201 ആണ്ട്, ചിങ്ങമാസം മുതൽ കർക്കടക മാസം വരെയുള്ള കാലം, അതായത് ഇംഗ്ലീഷ് മാസം 2025 ഓഗസ്റ്റ് 17 മുതൽ 2026 ഓഗസ്റ്റ് 16 വരെയുള്ള കാലം. ഈ കാലയളവിലെ ചന്ദ്രചാരവശാലുള്ള രാശികളുടെ പൊതുവായ ഫലങ്ങളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. കൊല്ലവർഷം 1201 ആണ്ടിൽ ഓരോ രാശികളുടെയും സ്ഥാനചലനവും രാശിമാറ്റവും അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ മാറ്റവും കൊണ്ട് ഓരോ രാശികൾക്കും എങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അത് നമ്മളിൽ എങ്ങനെ ബാധിക്കുമെന്നും അല്ലെങ്കിൽ എന്തെല്ലാം രീതിയിൽ നമ്മളെ അത് സ്വാധീനിക്കുമെന്നും നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഈ വർഷത്തിൽ പ്രകൃതി സംബന്ധമായ കാര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള പ്രകൃതി നിന്നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മഴക്കെടുതികൾ ഉണ്ടാവുക, അതേപോലെ തന്നെ മണ്ണിടിച്ചിലും മറ്റു കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. വെള്ളം കൂടുതലായിരിക്കാനൊരു സാധ്യതയുണ്ട്. അതുമൂലം നമുക്ക് എല്ലാവർക്കും കുറച്ച് കഷ്ടങ്ങൾ നേരിടേണ്ടി വരും. പക്ഷെ അത് കഴിഞ്ഞു വരുന്ന ഒരു കാലം നമുക്ക് നല്ലതായിട്ടാണ് പറയുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധയോടെ വേണം, മുൻകരുതലെടുത്ത് റെഡിയായിട്ടിരിക്കേണ്ടതാണ്. പൊതുവായി ഈ വർഷം എല്ലാ രാശികളിലെയും ഗുണദോഷ സമ്മിശ്രിതമായിട്ടാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ വർഷത്തിൻ്റെ തുടക്കത്തിൽ പല രാശിക്കാർക്കും നേട്ടങ്ങളും ഉണ്ടാകുമെങ്കിലും പിന്നീട് അങ്ങോട്ട് കഷ്ടനഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. നമ്മൾ പൊതുവെ ലോകത്തിൻ്റെ ഒരു അവസ്ഥ പറയുമ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ആൾക്കാർ തമ്മിലുള്ള വാഗ്വാദങ്ങളും വഴക്കുകളും കുറച്ച് ദുരിതങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യമെന്നുള്ളത് പലർക്കും മനസമാധാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ എന്നാണ് പറയുന്നത്. അപ്പം ഈ മനസമാധാനമില്ലായ്മ കൊണ്ടുണ്ടാകാവുന്ന പലതരത്തിലുള്ള അസുഖങ്ങളും അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ തമ്മിലുള്ള കലഹങ്ങൾ ഉണ്ടാകാനൊരു സാധ്യത പറയുന്നുണ്ട്. ജനറലായി പറയുമ്പോൾ ലോകത്തിൻ്റെ മൊത്തത്തിലൊരവസ്ഥ കുറച്ച് ഭയാശങ്കയിലാണ്. അതായത് നമുക്ക് എന്തും സംഭവിക്കാം എന്ന് പറയുന്ന ഒരു സമാധാനമില്ലാത്ത അവസ്ഥയിലേക്കാണ് ലോകം പോകുന്നത്. അപ്പം നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടാനായി നമ്മുടേതായ രീതിയിൽ എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധയോടെ വേണം ചെയ്തു പോകാനായിട്ട്. ആരോഗ്യപരമായും കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നുപെടാം. പലതരത്തിലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ മനക്ലേശം മൂലമുണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് എടുത്തു പറയേണ്ടത്. നമ്മൾ അതിനെല്ലാം മറികടക്കാനായി ഈശ്വരചിന്തയോടെയും നമ്മുടെ ധ്യാനം മെഡിറ്റേഷനിലൂടെയും നമ്മുടെ മനസ്സിനെ ശക്തിയായി സ്ട്രോങ് ആയി നിർത്തേണ്ടതാണ്. ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംബന്ധിച്ച കൂടുതൽ വീഡിയോകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.